ഹലോ മക്കളെ, സോ നമ്മുടെ സേ എക്സാം അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ ഇങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയും നമ്മൾ പഠിച്ചു തുടങ്ങാത്ത മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന 2 ചാപ്റ്റേഴ്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും ആണ്. അപ്പൊ ഈ ഒരു 3 ചാപ്റ്റർ നിങ്ങൾക്ക് 18 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു 18 മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ആ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ നേരിടാൻ തയ്യാറാവുന്ന രീതിക്ക് വേണം നിങ്ങൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് കറണ്ട് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 5 ചാപ്റ്റേഴ്സ്, ഈ ഒരു 4 ചാപ്റ്ററും ഈ ഒരു 5 ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ വേവ് ഒപ്റ്റിക്സ് ഇത്രയും ചാപ്റ്റേഴ്സ് വളരെയധികം മാർക്കിന് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ്, വളരെയധികം മാർക്കിന് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഈ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ഓക്കെ, അതൊന്ന് വളരെ കുറവ് മാർക്കിന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഈ ഡുവൽ നേച്ചർ അതുപോലെ തന്നെ ആറ്റംസ്, ന്യൂക്ലിയൈ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സേ എക്സാമിന് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കിയാലോ. ആദ്യത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒന്ന് ടോർക്ക് ഓൺ എ ഡൈപോൾ ആണ്. അതായത് നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തൊരു ടോർക്ക് ആക്ട് ചെയ്യും അല്ലെ. അതിനൊരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എക്സ്പ്രഷന്റെ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഗോസ് ലോ ആണ്. ഓക്കെ, കൂളംസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഗോസ് ലോവും പഠിക്കണം, ഗോസ് ലോയുടെ അപ്ലിക്കേഷൻസും പഠിക്കണം. ഓക്കെ, സ്ഫെറിക്കൽ ഷെല്ല്, ദെൻ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ, ഇൻഫൈനൈറ്റ് ലോങ് ഷീറ്റ്, ഈ 3 കേസസും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ്. അവിടെ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കേസിലെ കപ്പാസിറ്റേഴ്സിന്റെ ഡെറിവേഷൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 കാര്യങ്ങളും നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിന് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ചാപ്റ്ററിൽ കറന്റ് ഇലക്ട്രിസിറ്റി ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ, വീസ്റ്റൺ ബ്രിഡ്ജ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വീസ്റ്റൺ ബ്രിഡ്ജ് നമുക്കറിയാം, ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, R1/R2 = R3/R4 അല്ലെ. അപ്പൊ ഈ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ബാലൻസിങ് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കിർച്ചോഫിന്റെ കറന്റ് ലോയും വോൾട്ടേജ് ലോയും, ഈ 2 ലോസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഒരു ന്യൂമറിക്കൽ വന്നു കഴിഞ്ഞാൽ കിർച്ചോഫ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്യണം, കിർച്ചോഫ് ലോ നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബയോട്ട് സാവർട്ട് ലോയും അതിന്റെ അപ്ലിക്കേഷനും. ഓക്കെ, അപ്പൊ ഒരു സർക്കുലാർ കറന്റ് ലൂപ്പ്, ആ കറന്റ് ലൂപ്പ് കാരണം ഒരു കുറച്ച് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ അതുപോലെ തന്നെ ആംപിയർ സർക്യൂട്ടൽ തിയറം. ഓക്കെ, ആംപിയർ സർക്യൂട്ടൽ തിയറം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതിന്റെ അപ്ലിക്കേഷൻസും അറിഞ്ഞിരിക്കണം. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഓക്കെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പാരാമാഗ്നറ്റ്, ഡയാമാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റ്, അപ്പൊ ഈ മാഗ്നറ്റുകളുടെ, ഈ പാരാമാഗ്നറ്റിന്റെയും ഡയാമാഗ്നറ്റിന്റെയും ഫെറോ മാഗ്നറ്റിന്റെയും എല്ലാം പ്രോപ്പർട്ടീസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ളത് AC ജനറേറ്റർ ആണ്. ഓക്കെ, AC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത്. ദെൻ 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതുപോലെ തന്നെ എനർജി ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക.
ഓക്കെ, ദെൻ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീരീസ് LCR സർക്യൂട്ട് കിട്ടും. ആ സീരീസ് LCR സർക്യൂട്ടിന്റെ കേസിലെ ഇംപിഡൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഫേസർ ഡയഗ്രാം, ഓക്കെ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ LCR സർക്യൂട്ടിലെ ഓരോ കമ്പോണന്റും ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ഇപ്പോൾ ഒരു സിംഗിൾ റെസിസ്റ്റർ, ഒരു സിംഗിൾ കപ്പാസിറ്റർ, സിംഗിൾ ഇൻഡക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഓരോ കേസിൽ, സെപ്പറേറ്റ് കേസിൽ, ഇൻഡിവിജ്വൽ കേസസിലെ ഡെറിവേഷൻസ്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യെസ്, ദെൻ പിന്നെ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പൊ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ. അപ്പൊ ഇതിന്റെ ഒരു ആൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് ഒരു എന്താ പറയുക, അപ്രോക്സിമേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് റേഞ്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ അപ്ലിക്കേഷൻസ്, ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആളാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, അല്ലെ? എന്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? അപ്പൊ എന്താ അതിന്റെ ഇക്വേഷൻ എന്താണ്? ദെൻ അത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ 9ാമത്തെ ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ്. ഓക്കെ, വളരെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ്. അതിൽ നിങ്ങൾ പ്രിസത്തിന്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പ്, ഇതിന്റെ എല്ലാം മാഗ്നിഫിക്കേഷൻ, അതുപോലെ കൃത്യമായിട്ടുള്ള ഡയഗ്രാം കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സിൽ നമ്മൾ വേവ് ഫ്രണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ വേവ് ഫ്രണ്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പ്രൂവ് ചെയ്തത്, ആ ഡെറിവേഷനും കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഓരോ സോഴ്സും ഏത് ടൈപ്പ് വേവ് ഫ്രണ്ട് ആണ് ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ കുറെ പ്ലെയിൻ വേവ് ഫ്രണ്ട്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സോഴ്സും ഏതൊക്കെ വേവ് ഫ്രണ്ടുകളാണ് ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ 11ാമത്തെ ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ആണ്. ആ ചാപ്റ്റർ കൂടുതലായിട്ടും ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വരുന്ന ലൈറ്റിന്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ, അല്ലെ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇതിൽ കുറെ തവണയൊക്കെ എന്താണ് ഇതെന്ന് ചോദിക്കുന്ന ന്യൂമറിക്കൽസ് സിംപ്ലി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h nu - 5 എന്നുള്ളത്. ദെൻ പിന്നെ നമുക്ക് ആറ്റംസ്, ന്യൂക്ലിയൈ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. 14ാമത്തെ ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. അപ്പൊ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും പഠിക്കണം. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും പഠിക്കണം. അതിനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക, എന്താണ് അതിന്റെ ഗുണം, എത്ര ഡയോഡുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കുക. ദെൻ അതുപോലെ തന്നെ എനർജി ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാംസ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ 3 കേസിലെയും എനർജി ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കേസിലും ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് മീ HRK സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.